വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വിൻഡ് വില്ല് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എനിക്ക് നൈറ്റാണ് ഡ്യൂട്ടി, അപ്പോൾ കുറച്ച് പകലതായതുകൊണ്ട് സമയമുണ്ട്. അപ്പം പണ്ടൊക്കെ പഴനിയിലൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വിൻഡ് വില്ലിൻ്റെ അടുത്തൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. അതായത് 2 പനയുണ്ട് ഇതിനടുത്ത് തന്നെ. അതിൽ ഒന്ന് തല പോയ പനയാണ്, മറ്റേ പനയിൽ നിറയെ കരിക്കുണ്ട്. അതിൻ്റെ പനങ്കരിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ പരുവായി നിൽക്കുവാണ് പറിക്കാൻ, പക്ഷേ പറിക്കാൻ ആരെയും കിട്ടാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ കാഴ്ചകൾ. നിറയെ ആര്യവേപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കാറ്റും നല്ല ഓക്സിജനും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണിവിടെ. പിന്നെ നമ്മൾ ആ വിൻഡ് വില്ലിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ നോർമലായിട്ടൊന്ന് വിൻഡ് വില്ലിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മോൻ പറയുന്നത്, അമ്മേ അതിലൊരു കുരങ്ങൻ ഇരിപ്പുണ്ടെന്ന്. ഞങ്ങളങ്ങനെ ഇവിടെ അങ്ങനെ കുരങ്ങനെ കാണാറില്ല. ഇത് പക്ഷേ എന്തിനോ കണ്ട് പേടിച്ച പോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ കുരങ്ങൻ. അപ്പോൾ ഞങ്ങളതിനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കാട്ടുകുരങ്ങൻ. അതിൻ്റെ മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു കാട്ടിലുള്ള നമ്മൾ പഴനിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് ഒരു കുരങ്ങനല്ലായിരുന്നു. ആ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി എന്താണെന്നറിയില്ല, അവിടെ എന്തെങ്കിലും കണ്ട് അതിനെ ഉപദ്രവിക്കാൻ വന്നാൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. പിന്നെ കാക്കകളൊക്കെ വന്നിങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊത്താനൊക്കെ തുടങ്ങിയപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, അത് ചിലപ്പോൾ ഇറങ്ങി അപ്പുറത്തെങ്ങാനായിരിക്കും പോകുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാൻ അപ്പുറത്ത് അതിലേ ഇറങ്ങി ഞങ്ങളുടെ നേർക്ക് അങ്ങ് വന്നു. അപ്പോഴത്തേക്കും ഞാനേ ഒന്ന് പേടിച്ചു. അവിടെ പനയുടെ ഒരു തണ്ടിരിപ്പുണ്ടായിരുന്നു. അഥവേ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എങ്ങാനും വരുവാണെങ്കിൽ അത് വെച്ച് ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും പക്ഷെ അത് ആ ഏണി പോലത്തെ അത് കൂടെ തന്നെ ചാടി ഇറങ്ങി വന്ന് നേരെ ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ വന്നു. ഞാൻ ശരിക്കും പേടിച്ചു, കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോഴത്തേക്കും കറക്റ്റ് സമയത്തിന് ഉണ്ണിയേട്ടനും അവിടെ എത്തിയായിരുന്നു. കണ്ടോ, കാക്ക വന്ന് അതിനെ കൊത്തി ഓടിക്കുന്നുണ്ട്. അതാണെങ്കിൽ എന്താണെന്നറിയില്ല, ആ സൈഡിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയപ്പെട്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏത് ഭാഗത്തോട്ടാണ് പോകാമെന്നൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. അത് പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് ഇപ്പോൾ ചാടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും പേടിച്ചു. കാരണം അത് കുഞ്ഞെങ്ങനെ എടുത്തുകൊണ്ട് ഓടിയാലോ, അത്ര വലുപ്പമുണ്ട്. നമുക്കിതിലെങ്ങനെ അറിയുന്നില്ലെങ്കിലും നല്ല വലുപ്പമുള്ളൊരു സൈസ് കുരങ്ങനായിരുന്നു. അതവിടെ നിന്ന് ചാടി ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് അങ്ങ് ഓടി വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടോടെ ചെയ്യണേ.